ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഒരുപാട് നാളായി ഇതിൽ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, ഏകദേശം 2 months ആയി ഗായ്സ് ഇതിൽ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം ഫാമിലി ഫംഗ്ഷൻസും എക്സാംസും ഹോസ്പിറ്റൽ കേസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു, പക്ഷെ പ്രതീക്ഷിച്ച പോലെ മഴ പെയ്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കിച്ചണിലോട്ട് പോയപ്പോഴാണ് നമുക്ക് വെജിറ്റബിൾസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്ത് ബാസ്ക്കറ്റിൽ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഉമ്മാനെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ വേറെയും കിച്ചണിൽ പണി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുത്തോട്ട് ഗൈസ്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചിയാ സീഡ്സ് വാങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു, എന്തെങ്കിലും ഫേസ് മാസ്ക് ഒക്കെ അതുകൊണ്ട് ചെയ്യണമെന്ന്. പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് ഇന്ന് അതുകൊണ്ടൊരു പരീക്ഷിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് മിക്സിയിലിട്ട് നല്ല പൗഡറാക്കി എടുത്തുണ്ടോ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫേസ് മാസ്കിന് അതൊന്ന് എടുത്ത് ഉപയോഗിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചത്. പിന്നെ ഞാനത് നന്നായിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഏകദേശം ആ പണി തീർത്തപ്പോഴാണ് നമ്മുടെ ജ്വല്ലറി ബോക്സ് ആകെ അലങ്കോലമായിട്ടുണ്ട്. 2-3 ദിവസത്തെ ഫാമിലി ഫംഗ്ഷൻസ് കൊണ്ട്. അപ്പോൾ ഇതിലധികം എൻ്റെ ഇയറിങ്സ് ആണുള്ളത്. അപ്പോൾ അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഡാമേജ് ആവില്ലെന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന് ക്ലീൻ ചെയ്ത് വേറെ ബോക്സിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പണിയാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ആ പണിയൊക്കെ ഞാൻ ഏകദേശം അവിടെ തീർത്ത് പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ ഇറങ്ങി. അപ്പോൾ ലഞ്ചിന് നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മുരിങ്ങ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി നന്നായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ റാം കെയർ ഓഫ് ആനന്ദി ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം വായിച്ചു കഴിഞ്ഞു ഇന്ന്. അപ്പോൾ എന്തായാലും നല്ല ബുക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നി. കാരണം മലയാളത്തിൽ എൻ്റെ ഫസ്റ്റ് നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. ഞാൻ എക്സ്പെക്ട് ചെയ്തതിലേറെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ബുക്കായിരിക്കും. അങ്ങനെ അതിനുശേഷം നമ്മുടെ ക്രാഫ്റ്റ് ഏരിയക്ക് കടന്നു. കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാണ്ടായിരുന്നു, അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഫേഷ്യൽ റേസർ ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, സിറോണിൻ്റെയാണ്. അപ്പോൾ നല്ലൊരു ബ്രാൻഡായി എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ 3 റേസേഴ്സാണുള്ളത്. നല്ല ക്വാളിറ്റിയാണ്, നല്ല ബ്ലേഡൊക്കെയാണ് കേട്ടോ, സിക്സാഗ് ഷേപ്പിലുള്ള നല്ല ബ്ലേഡൊക്കെയാണ്. അങ്ങനെ എന്തായാലും അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ ഇപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ ചായ ജസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിൽ മിൽക്കും പോപ്കോണാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.